ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും. പക്ഷെ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട. ഇടയ്ക്കൊക്കെ തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. നമ്മുടെ ജീവിതത്തിൽ ആരും വെറുതെ കടന്നു വരില്ല എന്നത് ഒരു സത്യമാണ്. ചിലർ നമ്മുടെ മുറിവിൽ തേൻ പുരട്ടുന്നവരാകും, മറ്റു ചിലർ പുതിയ മുറിവുകൾ സമ്മാനിക്കുന്നവരും. കാലം മുന്നോട്ട് സഞ്ചരിക്കും തോറും ശരീരം മാറി തുടങ്ങും. അന്നും ഇന്നും മാറാതിരിക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. നമ്മുടെ മനസ്സ് നോക്കി സ്നേഹിച്ചവർ മാത്രമേ എന്നും കൂടെ കാണൂ എന്നതാണ് സത്യം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വില അറിയണമെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയ നൊമ്പരങ്ങളുടെ ഭാരം നമ്മളൊന്ന് ചുമന്ന് നോക്കണം. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമാവുന്ന എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. സ്നേഹമാണ് എല്ലാ രോഗത്തിനുമുള്ള മരുന്ന്. എന്നാൽ ആ സ്നേഹം വ്യാജമായാൽ അതിനേക്കാൾ മാരക വിഷം വേറെയില്ല. തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാം, പക്ഷേ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ വാശി പിടിച്ചു നേടിയ വിജയങ്ങൾക്ക് പിന്നിൽ നമ്മളോട് തോറ്റുതരാൻ മനസ്സുള്ള നിഷ്കളങ്കമായ മനുഷ്യരുടെ സ്നേഹമുണ്ടാകും. സ്വയം കഴിവില്ലെന്നും ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ലെന്നും സ്വയം തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു കള്ളമാണ്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു, എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ടുപോലും സ്വാതന്ത്ര്യം കാണിച്ചു പോകരുത്. നിഷ്കരുണം അവർ നമ്മെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിവില്ലാതെ നമ്മൾ വീണുപോകും. കയറിപ്പോയ പടികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക. തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും. വഴക്ക് കൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം.